വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു പുതിയ കൺസെപ്റ്റാണ് പഠിക്കുന്നത്. മൈക്രോ എക്കണോമിക്സ് തിയറിയിൽ നമ്മളിന്ന് പഠിക്കുന്നത് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ, മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ. So, market structure primarily may be classified into four: perfect competition, monopoly, oligopoly, and monopolistic competition. These are the primary classification of market structure. We know we have local markets, then national markets, international markets, and so on. So, structure of markets and price and output determination under each and every market structure. That is, we are going to study. Before that, we have to understand what is a market. A market is a situation where large number of buyers and sellers gathered together and buying and selling. In earlier days, but we can create a market in everywhere, even in the plain buying and selling is possible. അപ്പോൾ ഇത് അതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. അപ്പോൾ പണ്ട് നമ്മൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈസ് എ പ്ലേസ് വെയർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഗ്യാതേർഡ് ടുഗദർ ഫോർ ബൈയിങ് ആൻഡ് സെല്ലിങ്. സാധനങ്ങൾ വാങ്ങിക്കുന്നതിനും വിൽക്കുന്നതിനും വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടുക, സാധനങ്ങൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുക. ഇവിടെ ആ ഒരു പ്രത്യേക പ്ലേസ് നമ്മൾ സെലക്ട് ചെയ്യണമായിരുന്നു. ഇന്ന് നമുക്ക് പ്ലെയിനിലിരുന്നും എന്ത് ചെയ്യാൻ പറ്റും, ഈ ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും. സോ ഫസ്റ്റ് വൺ, പെർഫെക്റ്റ് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട ചില മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വി ആർ ഗോയിങ് ടു ഡിസ്കസ് മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ, അല്ലെങ്കിൽ ഹൗ ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ടേക്ക് decisions in order to determine market equilibrium. Okay. First question. Which of the following is a characteristic of perfect competition? Perfect competition അതിൻ്റെ ഒരു ക്യാരക്ടർ താഴെ തന്നിട്ടുണ്ട്. 4 ചോയ്സിൽ ഒരു ക്യാരക്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതേതാണെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ളത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോന്നിനെ കുറിച്ചും പറയാം. ഒന്നാമത്തത്, ഫ്യൂ സെല്ലേഴ്സ്. പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഫ്യൂ സെല്ലേഴ്സ്, കുറച്ച് വിൽപ്പനക്കാരേ ഉള്ളൂ എന്നുള്ളത് ആദ്യത്തേത്. രണ്ടാമത്തത്, ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ്, വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ. പ്രൈസ് സെറ്റിംഗ് പവർ, പ്രൈസ് സെറ്റ് ചെയ്യാനുള്ള പവർ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണെന്ന്. ഹോമോജീനിയസ് പ്രോഡക്റ്റ്. ദീസ് ആർ ദി 4 ചോയ്സസ്. ഇതിൽ ഫ്യൂ സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ക്യാരക്ടർ അല്ല. പിന്നെ ഇതിൻ്റെ ക്യാരക്ടറാണ് ഒളിഗോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചർ, അല്ലെങ്കിൽ മാർക്കറ്റ് സിറ്റുവേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് ഒളിഗോപ്പൊളി. ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ് അതുമല്ല, അത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. പ്രൈസ് സെറ്റിംഗ് അതുമല്ല, അത് മൊണോപ്പൊളി കോമ്പറ്റീഷൻ, മൊണോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഹോമോജീനിയസ് പ്രോഡക്റ്റ്, പ്രോഡക്റ്റ് ആർ ഹോമോജീനിയസ്. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചർ എന്താണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഒന്നാമത്തെ ഫീച്ചറാണ് എന്ത്? ഹോമോജീനിയസ്. പ്രോഡക്റ്റ് ആർ ഹോമോജീനിയസ്, ഐക്യരൂപമുള്ള സാധനങ്ങൾ. കൂടാതെ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അവിടെ മാർക്കറ്റിൽ ധാരാളം ബയേഴ്സും കാണും, ധാരാളം സെല്ലേഴ്സും കാണും. Therefore, in a perfectly competitive market,
large number of buyers and sellers, product are homogeneous, then free entry and exit. Free entry and exit, any new firm can enter into the market and can exit from the market. Therefore, or like that, new buyers can enter into the market and can exit from the market. അതും ഒരു പ്രത്യേകതയാണ്. പിന്നെ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ സെല്ലർ എന്ന് പറയുന്നത് പ്രൈസ് ടേക്കറാണ്. പ്രൈസ് ടേക്കർ, ദാറ്റ് മീൻസ് മാർക്കറ്റ് ഇക്വിലിബ്രിയം ഈസ് ഓട്ടോമാറ്റിക്കലി, ദാറ്റ് ഈസ് ദി ഫ്രീ പ്ലേ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും ഒരു ഫ്രീ പ്ലേ ആണ് യഥാർത്ഥത്തിൽ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ നടക്കുന്നത്. ദിസ് ഈസ് ദി ഡിമാൻഡ് ഡി ഡി കർവ്, ഡി ഡി, ദിസ് ഈസ് എസ് എസ്, then this is the equilibrium position E. Like this, a perfectly competitive market attains equilibrium, price and output equilibrium in this situation, or this is the graphical representation. Simply I mentioned here. Okay. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ക്യാരക്ടറിസ്റ്റിക് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് പ്രോഡക്ട്സ് ആർ ഹോമോജീനിയസ്, seller is price taker, not price maker, then large number of buyers and sellers are there, then free entry and exit, free entry and exit. അപ്പോൾ ഇതൊക്കെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇവിടെ ഹോമോജീനിയസ് ഒരെണ്ണം. then come to the second question. in a perfectly competitive market, firms are price makers, price takers, oligopolist, monopolist. പ്രൈസ് മേക്കേഴ്സ് അവരാണ് തീരുമാനിക്കുന്നത്, പ്രൈസ് അല്ല. പ്രൈസ് ടേക്കേഴ്സ് ആണ്. ഇത് ആരുടെ കേസാണ്? പ്രൈസ് മേക്കർ, മൊണോപോളിസ്റ്റിൻ്റെ. അപ്പം മൊണോപോളിസ്റ്റ് വിൽ ഡിറ്റർമിൻ ദി ക്വാണ്ടിറ്റി ഓഫേർഡ് ടു സെൽ ആൻഡ് പ്രൈസ്. പ്രൈസ് നിശ്ചയിക്കപ്പെടുന്നത് അവിടെ മൊണോപോളിസ്റ്റാണ്. പ്രൈസ് മേക്കറാണ് മൊണോപോളിസ്റ്റ്. ഇവിടെ പ്രൈസ് ടേക്കേഴ്സ് ആണ് ആര്? പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് സെല്ലേഴ്സ്. ഇനി ഒളിഗോപോളിസ്റ്റ് അല്ല, മൊണോപോളിസ്റ്റ് അല്ല. അപ്പോൾ ബി ആണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. ഇവിടെ ഡി ആണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്? പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അതിൻ്റെ പ്രാധാന്യം എന്താണ്? അപ്പോൾ ഏതൊരു ഫോമിനും പുതുതായി കടന്നു വരാം, മാർക്കറ്റിൽ നിന്ന് ഏതൊരു ഫോമിനും വിട്ടുപോകാം. അതുപോലെ തന്നെ ഒരു ബയറിന് മാർക്കറ്റിൽ കടന്നു വരാം, മാർക്കറ്റിൽ നിന്ന് വിട്ടുപോകാം. ഈ ഒരു സ്വാതന്ത്ര്യം, നോ ബരിയേഴ്സ് അറ്റ് ഓൾ, അവിടെ പ്രതിബന്ധങ്ങൾ ഇല്ല എന്നർത്ഥം. വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഇൻ എ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്? ഇറ്റ് അലൗസ് ഫോംസ് ടു ഏൺ ലോങ് റൺ പ്രോഫിറ്റ്. അവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫോംസിനെ ലോങ് റൺ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ അനുവദിക്കുന്നു. ബി, it allows firms to earn only normal profit in long run. long runil profit in long runil normal profit മാത്രമേ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ അല്ലെങ്കിൽ സെല്ലർക്ക് ലഭിക്കുന്നുള്ളൂ. ദെൻ ലാസ്റ്റ് വൺ, ഇറ്റ് ക്രിയേറ്റ്സ് ബരിയേഴ്സ് ഇൻ എൻട്രി. എൻട്രിയിൽ ബരിയേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഡി, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഇത്രയുമാണ്. ഡി ആണ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. ആൻസർ ഏതാ? ഓൺലി നോർമൽ പ്രോഫിറ്റ് ഇൻ ദി ലോങ് റൺ. ലോങ് റണ്ണിൽ നോർമൽ പ്രോഫിറ്റ് മാത്രമേ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ആ സെല്ലർക്ക് ലഭിക്കുന്നുള്ളൂ. സോ തേർഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ് ആൻസർ. അപ്പോൾ നമ്മൾ ഈ 3 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ്, അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിച്ച് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ഹാവ് ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ്? ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉൾപ്പെടുന്ന മാർക്കറ്റ് സ്ട്രക്ചർ ഏതാണ്? നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ there in the perfectly competitive market or perfect competition. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അതാണ് ആൻസർ. മൊണോപ്പൊളി അല്ല, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ അല്ല, ഒളിഗോപ്പൊളി അല്ല.
മൊണോപ്പൊളിയിലോ? മൊണോപ്പൊളിയിൽ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ടോ? ഇല്ല. പിന്നെയോ സിംഗിൾ സെല്ലർ മാത്രമുള്ള മാർക്കറ്റ് സ്ട്രക്ചറാണ് എന്ത്? മൊണോപ്പൊളി. ഇൻ മൊണോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷൻ ദർ ഈസ് ഓൺലി വൺ സെല്ലർ. അതുകൊണ്ടാണ് ഇതിനെ മൊണോപ്പൊളി എന്ന് പറയുക. മോണോ മീൻസ് സിംഗിൾ, വൺ, മോണോ ആക്റ്റീവ്. ഇനി മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, അവിടെ കോമ്പറ്റീഷൻ ഉണ്ട്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ മിക്കവാറും എല്ലാ ഫീച്ചേഴ്സും ഇതിനുണ്ട്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും ഉണ്ട്. ഇവിടെയുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ അവിടെയും ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ഉണ്ട്. പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഇവിടെ ഹോമോജീനിയസ് അല്ല. ഇൻ എ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ there are large number of buyers and sellers, but products are different. പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ നിലനിൽക്കുന്നുണ്ട്. അതാണ് ഹോമോജീനിയസ് അല്ല, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇത് തമ്മിലുള്ള വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്, ബട്ട് സം ബാരിയേഴ്സ് ആർ ദെയർ ഇൻ ദി മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ. ചെറിയ തടസ്സങ്ങൾ ഉണ്ട്. ഫ്രീ എൻട്രി അല്ല, ഫ്രീ എക്സിറ്റും അല്ല. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും പെർഫെക്റ്റ് കോമ്പറ്റീഷനും തമ്മിൽ നിലനിൽക്കും. കോമ്പറ്റീഷൻ ഉണ്ട് അവിടെ രണ്ടിടത്തും അല്ലേ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിൽ ഇവിടെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ചില ഐറ്റത്തിൽ ഒക്കെ പ്രോഡക്റ്റിൽ ഡിഫറൻസ്, യൂസസ് ആർ വൺ ആൻഡ് സെയിം. ഇപ്പോൾ പൗഡർ തന്നെ നമ്മൾ എടുത്താൽ വ്യത്യസ്ത കമ്പനികൾ ബ്രാൻഡ് നെയിമിലും അതുപോലെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടാകുന്നു. അതാണ്. ദെൻ ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞാൽ ഫ്യൂ സെല്ലേഴ്സ്. പൊളി മീൻസ് സെല്ലർ, ഒളിഗോ മീൻസ് ഫ്യൂ. ഒളിഗോപ്പൊളി ഫ്യൂ സെല്ലേഴ്സ് ആർ ദെയർ. കുറച്ച് സെല്ലേഴ്സ് മാത്രമേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. ദെൻ അപ്പോൾ ആൻസർ ഏതാണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. എന്ത്? ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉള്ളത്. നെക്സ്റ്റ്, ദി ഡിമാൻഡ് കർവ് ഫേസിംഗ് ആൻ ഇൻഡിവിജ്വൽ ഫോം ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ദി ഡിമാൻഡ് കർവ് ഫേസിംഗ് ആൻ ഇൻഡിവിജ്വൽ ഫോം, അതായത് ഇൻഡിവിജ്വൽ ഫോമിൽ ഡിമാൻഡ് കർവ് ഫേസ് ചെയ്യുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ എന്താണ് ഫേസ് ചെയ്യുന്നത്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണോ, അപ്വേർഡ് ആണോ, പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണോ, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണോ? അപ്പോൾ ഡൗൺവേർഡ് അല്ല, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് അല്ല, അപ്വേർഡ് സ്ലോപ്പിംഗ് അല്ല, പിന്നെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഡിമാൻഡ് കർവ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അല്ല. അപ്പോൾ സി ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ. പിന്നെ കർവിൻ്റെ ഷേപ്പ് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പ് അല്ല, അപ്വേർഡും അല്ല, ഹൊറിസോണ്ടൽ ആണ്. പിന്നെ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് സ്ട്രക്ചർ ഡിമാൻഡ് കർവ് ഈസ് ഹൊറിസോണ്ടൽ ആണ്. ഒരു ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും. ഇങ്ങനെയാണ് ഹൊറിസോണ്ടൽ. നെക്സ്റ്റ് വൺ, ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ മാർജിനൽ റവന്യൂ ഇതിന് ഈക്വൽ ആയിരിക്കും? ടോട്ടൽ റവന്യൂവിന് ഈക്വൽ ആയിരിക്കുമോ? ആവറേജ് റവന്യൂവിന് ഈക്വൽ ആയിരിക്കുമോ? ടോട്ടൽ കോസ്റ്റിന് ഈക്വൽ ആയിരിക്കുമോ? മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയിരിക്കുമോ? ആൻസർ ഏതാണ്? മാർജിനൽ MR ഈസ് ഈക്വൽ ടു AR. അതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ MR ഏതിന് ഈക്വൽ ആയിരിക്കും? ARന്. അപ്പോൾ മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ. അതാണ് നമ്മൾ ഇവിടെ റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ്, അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, എ ഫോം ഇൻ എ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ഞാൻ ഷോർട്ടായിട്ട് എഴുതിയെന്നുള്ള PCO. പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് മാക്സിമൈസസ് പ്രോഫിറ്റ് ബൈ പ്രൊഡ്യൂസിങ് വേർ. എ ഫോം ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് മാക്സിമൈസസ് പ്രോഫിറ്റ് ബൈ പ്രൊഡ്യൂസിങ് വേർ. ഒരു ഫേം പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലെ ഒരു ഫേം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത് എവിടെയാണ്? പ്രൈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് ടോട്ടൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ ഗ്രേറ്റർ ദാൻ മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ ലെസ് ദാൻ മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. അപ്പോൾ മാർജിനൽ റവന്യൂ ഗ്രേറ്റർ ദാൻ മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ ലെസ് ദാൻ മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ
ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. ആ സിറ്റുവേഷനിൽ ഏതാണ് പ്രൈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് ടോട്ടൽ കോസ്റ്റ് ആയിരിക്കുമ്പോഴാണ് ഫോം ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് മാക്സിമൈസ് പ്രോഫിറ്റ്. ഓക്കെ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, ലോങ് റൺ ഇക്വിലിബ്രിയം ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ റിസൾട്ട്സ് ഇൻ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി, allocative efficiency, both productive and allocative efficiency, whether productive or allocative efficiency. അപ്പോൾ ലോങ് റൺ ഇക്വിലിബ്രിയം ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ റിസൾട്ട് ഇൻ ലോങ് റൺ ഇക്വിലിബ്രിയം, പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ലോങ് റൺ ഇക്വിലിബ്രിയം കാരണമാക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഇൻ ബോത്ത് പ്രൊഡക്റ്റീവ് ആൻഡ് അലോക്കേറ്റീവ് എഫിഷ്യൻസി. അതിനെയാണ് പ്രൂവ് ചെയ്യുന്നത്, ബോത്ത് പ്രൊഡക്റ്റീവ് ആൻഡ് അലോക്കേറ്റീവ് എഫിഷ്യൻസി. ഇനി പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഒക്കേഴ്സ് വെൻ എ ഫേം പ്രൊഡ്യൂസസ്. എപ്പോഴാണ് ഒരു ഫേം പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി സംഭവിക്കുന്നത്? എപ്പോഴാണ്? മിനിമം ATC, മാക്സിമം പ്രോഫിറ്റ്, മാക്സിമം റവന്യൂ, മിനിമം AVC. എപ്പോഴായിരിക്കും? മിനിമം ATC മിനിമം ആയിരിക്കുമ്പോൾ, ആവറേജ് ടോട്ടൽ കോസ്റ്റ് മിനിമം ആയിരിക്കുമ്പോഴായിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞത് ആൻസർ എ അല്ല, മാർജിനൽ റവന്യൂ ഗ്രേറ്റർ ദാൻ മാർജിനൽ കോസ്റ്റ്. മാർജിനൽ റവന്യൂ ബി ആണ് ആൻസർ. മാർജിനൽ റവന്യൂ. അപ്പോൾ എ ഫേം ഇൻ എ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് മാക്സിമൈസസ് പ്രോഫിറ്റ് ബൈ പ്രൊഡ്യൂസിങ് വെയർ പ്രൈസ് ഗ്രേറ്റർ ദാൻ ATC അല്ല, മാർജിനൽ റവന്യൂ ഗ്രേറ്റർ ദാൻ മാർജിനൽ കോസ്റ്റ്. മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിനേക്കാൾ കൂടിയിരിക്കുമ്പോഴാണ്. അതാണ് ആൻസർ. നെക്സ്റ്റ്, thus we have discussed 9 questions related to perfect competition or perfectly competitive market structure. അപ്പോൾ നമ്മൾ ആദ്യത്തെ മാർക്കറ്റ് സ്ട്രക്ചറായ പെർഫെക്റ്റ് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട് 9 ചോദ്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ടുഡേയ്സ് ക്ലാസ് റിലേറ്റഡ് ടു market structure, especially perfect competition. So please subscribe, share and support me. Thank you so much.